എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൃഷ്ണ ലവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ അർജുനൻ യുദ്ധക്കളത്തിൽ തൻ്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും യുദ്ധം ചെയ്യുന്നത് ആലോചിച്ചിട്ട് ഭയങ്കര വിവശനായിട്ട് തളർന്നിരിക്കുന്ന ഒരു ഭാഗം വരെയായിരുന്നു എത്തിയത് ഒന്നാം അധ്യായത്തിൽ. അടുത്ത അധ്യായം നമ്മൾ രണ്ടാം അധ്യായം ഗീതാ വിഷയ സംഗ്രഹം എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഭഗവത്ഗീതയുടെ ഈ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. എല്ലാവരും എൻ്റെ കൂടെ വരിക. പ്രാർത്ഥനയോട് കൂടിയിട്ട് ഭഗവാന് നമ്മളെ വായിക്കുന്ന ഈ രണ്ടാം അധ്യായത്തിലെ ശ്ലോകങ്ങൾ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ അധ്യായം ഇവിടെ തുടങ്ങാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ, സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. സകലലോക സമസ്ത സുഖിനോ ഭവന്തു. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രണ്ടാം അധ്യായം ഗീതാ വിഷയ സംഗ്രഹം. സഞ്ജയോവാച തം തഥാ കൃപയാവിഷ്ട മശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിതം വാക്യമുവാച മധുസൂദനാഹ എന്നാണ് അതിൽ പറയുന്നത്. നോക്കാം. സഞ്ജയൻ പറഞ്ഞു, അങ്ങനെ കരുണാർദ്രനായി അശ്രുക്കൾ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നവനായ അർജുനനെ കണ്ടിട്ട് മധുസൂദനൻ പറഞ്ഞു. നമ്മുടെ ഭഗവാൻ പറയാണ് അതിൻ്റെ ഭാവാർത്ഥം. ഭൗതികമായ അനുകമ്പയും വിലാപവും കണ്ണുനീരുമെല്ലാം ആത്മാവിനെക്കുറിച്ചുള്ള അജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ശാശ്വതാത്മാവിനോടുള്ള അനുകമ്പയാണ് ആത്മസാക്ഷാത്കാരം. മധുസൂദന എന്ന നാമം ഇവിടെ അർത്ഥവത്താണ്. പണ്ട് മധു എന്ന രാക്ഷസനെ ഭഗവാൻ കൃഷ്ണൻ കൊന്നിട്ടുണ്ട്. ഇപ്പോൾ അർജുനന് വേണ്ടത് തൻ്റെ കൃത്യനിർവഹണത്തിന് തടസ്സമായി നിൽക്കുന്ന വ്യാമോഹമെന്ന അസുരനെ നശിപ്പിക്കലാണ്. എവിടെയാണ് കരുണ കാണിക്കേണ്ടതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. മുങ്ങിച്ചാകാൻ പോകുന്ന ഒരാളുടെ ഉടുപ്പിനോട് കരുണ കാട്ടുന്നത് ബുദ്ധിശൂന്യതയാണ്. അജ്ഞാനമാകുന്ന കടലിൽ വീണ ഒരു മനുഷ്യൻ്റെ ഭൗതിക ശരീരത്തെ, അതാണ് ഈ പുറംചട്ട അഥവാ ഉടുപ്പ്, രക്ഷിച്ചു എന്നതുകൊണ്ട് മാത്രം അയാൾ രക്ഷപ്പെടുന്നില്ല. ഇതറിയാതെ ആ വസ്ത്രത്തിനെക്കുറിച്ച് വൃഥാ വിലപിക്കുന്ന ഒരാളെ ശൂദ്രനായി മാത്രമേ കരുതാനാവൂ. അനാവശ്യമായി ദുഃഖിക്കുകയാണ് അയാൾ. അർജുനൻ ക്ഷത്രിയനാണ്. ക്ഷത്രിയന് അനുയോജ്യമല്ല ഈ സ്വഭാവം. ഇപ്രകാരമുള്ള പെരുമാറ്റം അർജുനനിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അജ്ഞനായ മനുഷ്യൻ്റെ വിലാപത്തെ ശമിപ്പിക്കുവാൻ കൃഷ്ണന് കഴിവുണ്ട്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഭഗവത്ഗീത ഉപദേശിച്ചത്. ഈ അധ്യായത്തിൽ പരമാധികാരിയായ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൗതിക ശരീരത്തെയും ആത്മാവിനെയും കുറിച്ച് നിഷ്കൃഷ്ടമായ പഠനം നടത്തി നമ്മെ ആത്മസാക്ഷാത്കാരത്തിൽ എത്തിക്കുന്നു. കർമ്മഫലേച്ഛയില്ലാതെ തൻ്റെ മൂലസ്വരൂപ സങ്കല്പത്തിൽ വർത്തിക്കുമ്പോൾ മാത്രമേ ഈ ആത്മസാക്ഷാത്കാരം സാധ്യമാകൂ. ശ്രീ ഭഗവാൻ ഉവാച കുതസ്ത്വ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ട മസ്വർഗ്യ മകീർത്തി കരമർജുന. ഭഗവാൻ പറയുകയാണ്, പ്രിയപ്പെട്ട അർജുന, നിനക്ക് എവിടുന്നാണ് ഈ മാലിന്യം വന്നുപെട്ടത്? ജീവിതത്തിൻ്റെ മൂല്യം എന്തെന്ന് അറിയുന്ന ഒരാൾക്ക് ഇതൊട്ടും യോജിച്ചതല്ല. ഉപരിലോകങ്ങളിലേക്കല്ല, അകീർത്തിയിലേക്കാണിത് നയിക്കുക. അതിൻ്റെ ഭാവാർത്ഥം. പരമദിവ്യോത്തമ പുരുഷനും കൃഷ്ണനും ഒന്നു തന്നെയാകിയാൽ ഭഗവത്ഗീതയിലെങ്ങും അദ്ദേഹത്തെ ഭഗവാൻ എന്ന് ഘോഷിക്കുന്നുണ്ട്. പരമസത്യത്തിൽ ആത്യന്തികമായ സ്ഥാനമാണ് ഭഗവാനുള്ളത്. നിരപേക്ഷ തത്വ സാക്ഷാത്കാരം 3 വിധത്തിലാണ്. ബ്രഹ്മം അഥവാ അവ്യക്തിഗതനും സർവ്വവ്യാപിയുമാണ് ആത്മാവ്. പരമാത്മാവ് അഥവാ ഓരോ ജീവിയുടെയും ഹൃദയത്തിൽ പരമപുരുഷ ഭാവേന സ്ഥാനീയനായി കുടികൊള്ളുന്ന നിരപേക്ഷ തത്വം. ഭഗവാൻ അഥവാ പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ. ശ്രീമദ് ഭാഗവതം പരമസത്യത്തിൻ്റെ ഈ തത്വം ഇപ്രകാരം വിവരിക്കുന്നു. വദന്തി തത്വവിദസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമേത്മതി
ഭഗവാനിധി ശബ്ദതേ. പരമസത്യത്തെ അറിയുന്നവൻ അതിനെ സമാനമായ 3 ഭാവങ്ങളിലാണ് സാക്ഷാത്കരിക്കുന്നത്. പരമസത്യത്തിൻ്റെ ആ ഭാവങ്ങൾ ബ്രഹ്മമായും പരമാത്മാവായും ഭഗവാനായും അറിയപ്പെടുന്നു. സൂര്യപ്രകാശം, സൂര്യോപരിതലം, സൂര്യഗ്രഹം എന്നിങ്ങനെ 3 മാനങ്ങളുള്ള സൂര്യനോട് ഈ 3 ദിവ്യഭാവങ്ങളെ ഉപമിക്കാം. സൂര്യപ്രകാശത്തെപ്പറ്റി മാത്രം പഠിക്കുന്നവൻ പ്രാഥമിക വിദ്യാർത്ഥിയാണ്. സൗരോപരിതലത്തെക്കുറിച്ച് അറിയുന്നവൻ കൂടുതൽ പുരോഗമിച്ചവനത്രേ. സൂര്യഗ്രഹത്തിൽ കടക്കാൻ കഴിഞ്ഞയാൾ സർവോത്തമനും. വിശ്വവ്യാപകതയും പ്രഭാപൂർണതയും അവ്യക്തിഗത ഭാവവുമുള്ള സൂര്യപ്രകാശം മാത്രം മനസ്സിലാക്കുന്ന സാധാരണ വിദ്യാർത്ഥികളെ നിരപേക്ഷ തത്വത്തിൻ്റെ ബ്രഹ്മൻ എന്ന ഭാവം മാത്രം മനസ്സിലാക്കിയവരോട് ഉപമിക്കാം. പരമസത്യത്തിൻ്റെ പരമാത്മഭാവത്തെ അറിഞ്ഞ വ്യക്തിയെ സൂര്യഗോളത്തെക്കുറിച്ച് അറിഞ്ഞവനോട് താരതമ്യപ്പെടുത്താം. സൂര്യഗ്രഹത്തിൻ്റെ ഹൃദയാന്തർഭാഗത്ത് പ്രവേശിക്കാൻ കഴിയുന്നവർ പരമസത്യത്തിൻ്റെ വ്യക്തിഭാവത്തെ സാക്ഷാത്കരിച്ചവരായി പരിഗണിക്കപ്പെടുന്നു. പരമസത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ഒരേ വിഷയത്തിൽ തന്നെയാണ് വ്യാപൃതരായിരിക്കുന്നതെങ്കിലും പരമസത്യത്തിൻ്റെ ഭഗവാൻ എന്ന ഭാവത്തെ സാക്ഷാത്കരിച്ച ഭക്തന്മാരാണ് ഉന്നതരായ അതീന്ദ്രിയ ജ്ഞാനികൾ. പ്രകാശം, സൂര്യോപരിതലം, സൂര്യഗ്രഹത്തിൻ്റെ ആന്തരപ്രശ്നങ്ങൾ ഇവയെല്ലാം അഭേദ്യമായി കൂടിച്ചേർന്ന് കിടക്കുന്നു. എങ്കിലും ഈ വ്യത്യസ്ത വശങ്ങളെപ്പറ്റി പഠിക്കുന്നവരെ ഒരേ വകുപ്പിൽപ്പെടുത്താൻ പാടില്ല. വേദവ്യാസന്റെ പിതാവും പ്രാമാണികനുമായ പരാശരമുനി ഭഗവാൻ എന്ന സംസ്കൃത വാക്കിനെ നിർവചിച്ചത് ഇങ്ങനെയാണ്: സമ്പത്ത്, ശക്തി, യശസ്, സൗന്ദര്യം, ജ്ഞാനം, ത്യാഗം എന്നിവ പരിപൂർണമായി ഉൾക്കൊള്ളുന്ന പരമപുരുഷൻ. മഹാധനികരായും അതിശക്തരായും ഏറെ സൗന്ദര്യമുള്ളവരായും അറിവ് കൂടിയവരായും പരിപൂർണ വൈരാഗികളായും ഒട്ടേറെ ആളുകളുണ്ട്. എങ്കിലും ഈ ഗുണങ്ങളെല്ലാം പൂർണ്ണമായി തങ്ങളിലുണ്ടെന്ന് അവകാശപ്പെടുന്നവരായിട്ട് ആരുമില്ല. പരമദിവ്യോത്തമ പുരുഷനായതുകൊണ്ട് കൃഷ്ണനെ അങ്ങനെ അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ. പരമശിവനും നാരായണനും ബ്രഹ്മാവിനും ഉൾപ്പെടെ ഒരു ജീവാത്മാവിനും കൃഷ്ണൻ്റെതുപോലെ സർവൈശ്വര്യ സമ്പന്നതയില്ല. അതുകൊണ്ടാണ് ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മാവ് തന്നെ കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷനെന്ന് ഊന്നിപ്പറയുന്നത്. കൃഷ്ണനേക്കാൾ ഉത്കൃഷ്ടനായി ആരുമില്ല, അദ്ദേഹത്തിന് തുല്യനായി മറ്റാരുമില്ല. ഗോവിന്ദൻ എന്നറിയപ്പെടുന്ന ആദി ഭഗവാനാണ് കൃഷ്ണൻ, സർവകാരണങ്ങൾക്കും കാരണം. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. ഭഗവാന്റെ ഗുണങ്ങളുള്ള വ്യക്തികൾ നിരവധിയുണ്ട്, പക്ഷേ കൃഷ്ണൻ അതിശ്രേഷ്ഠനാണ്. അദ്ദേഹത്തെ കവച്ചുവെക്കാൻ ആർക്കും സാധിക്കുകയില്ല. അദ്ദേഹം സച്ചിദാനന്ദ സ്വരൂപനും സർവകാരണങ്ങൾക്കും കാരണഭൂതനുമായ ആദിപുരുഷനായ ഗോവിന്ദനാണ്. ഭാഗവതത്തിലും പരമപുരുഷന്റെ വിവിധ അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിവിധ അവതാരങ്ങളും പുരുഷാവിർഭാവങ്ങളും സ്വീകരിച്ച കൃഷ്ണനെ ആദിപുരുഷനായ ഭഗവാനായി വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതീ ചാംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോക മൃഡയന്തി യുഗേ യുഗേ. ഇവിടെ പറഞ്ഞ അവതാരങ്ങളെല്ലാം പരമപുരുഷന്റെ പൂർണ്ണ അവതാരങ്ങളോ അംശാവതാരങ്ങളോ മാത്രം. കൃഷ്ണനാകട്ടെ സർവോത്കൃഷ്ടനായ ഭഗവാൻ തന്നെയാണ്. പരമാത്മാവിൻ്റെയും അവ്യക്തഗത ബ്രഹ്മത്തിൻ്റെയും മൂലകാരണവും നിരപേക്ഷ തത്വവുമായ ആദിപുരുഷനായ ഭഗവാൻ തന്നെയാണ് കൃഷ്ണൻ. പരമദിവ്യോത്തമ പുരുഷന്റെ സന്നിധിയിൽ വെച്ച് തൻ്റെ ബന്ധുക്കളെ ചൊല്ലി അർജുനൻ വിലപിച്ചത് തീരെ അനുചിതമായിപ്പോയി. അതുകൊണ്ട് ഭഗവാൻ അത്ഭുതത്തോടെ കുതഹ ഇവിടെ നിന്ന് എന്ന് ചോദിക്കുന്നു. ആര്യന്മാർ എന്നറിയപ്പെടുന്ന സംസ്കാര സമ്പന്നരായ വ്യക്തികളിൽ നിന്നും ഇത്തരം അപാകതകൾ പ്രതീക്ഷിക്കാവുന്നതല്ല. ജീവിതത്തിൻ്റെ വിലയെന്തെന്നറിയാവുന്നവരും ആധ്യാത്മിക സാക്ഷാത്കാരത്തിനാസ്പദമായ സംസ്കാരമുള്ളവരുമായ വ്യക്തികൾക്ക് ആര്യൻ എന്ന പേര് യോജിച്ചതാകുന്നു. ഭൗതികമായ ജീവിത വീക്ഷണത്തിന് അധീരനായി കഴിയുന്നവർക്ക് പരമസത്യമായ വിഷ്ണുവിനെ അഥവാ ഭഗവാനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് ജീവിത ലക്ഷ്യം എന്നറിഞ്ഞുകൂടാ. ഭൗതിക ലോകത്തിൻ്റെ ബാഹ്യ സ്വഭാവങ്ങളാൽ ആകർഷിക്കപ്പെട്ട അവർക്ക് മുക്തി എന്നത് എന്താണെന്നത് തന്നെ അറിഞ്ഞുകൂടാ. ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് മോചിതനാകുവാൻ അറിയാത്തവനെ അനാര്യനെന്ന് വിളിക്കുന്നു. ക്ഷത്രിയനായിരുന്നിട്ട് കൂടി അർജുനൻ യുദ്ധം ചെയ്യാതെ തൻ്റെ നിയതകർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുകയായിരുന്നു. ഈ ഭീരുത്വം അനാര്യന്മാർക്കേ യോജിക്കൂ. കർത്തവ്യ നിർവഹണത്തിൽ നിന്നുള്ള ഇത്തരം പിന്മാറ്റം ആത്മീയ വികാസത്തിന് സഹായകമല്ല. ഭൗതിക ലോകത്തിൽ പ്രശസ്തി നേടാനുള്ള അവസരം പോലും അത് നൽകുന്നില്ല. സ്വജനങ്ങളോടുള്ള സഹതാപം എന്ന് പറയപ്പെടുന്ന ഈ ദൗർബല്യം കൃഷ്ണൻ അംഗീകരിച്ചില്ല. ക്ലൈബ്യമ്മ സ്മഗമഹ
എന്താണത് പറയുന്നത് നോക്കാം. ഹേ പാർത്ത, തരം താണ ഈ ആണത്തമില്ലായ്മയ്ക്ക് അധീനനാകരുത്. നിനക്ക് യോജിക്കുന്നല്ല ഇത്. ശത്രുക്കളെ ജയിക്കുന്നവനെ ശുദ്രമായ ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ച് എഴുന്നേൽക്കൂ. അർജുനനെ ഇവിടെ പാർത്ഥൻ, അതായത് പൃഥയുടെ പുത്രൻ എന്നാണ് വിളിക്കുന്നത്. കൃഷ്ണന്റെ പിതാവായ വസുദേവരുടെ സഹോദരിയാണ് പൃഥ അഥവാ കുന്തി. അങ്ങനെ കൃഷ്ണനുമായി അർജുനന്റെ രക്തബന്ധമുണ്ട്. ഒരു ക്ഷത്രിയന്റെ പുത്രൻ പൊരുതാൻ വിസമ്മതിക്കുന്ന പക്ഷം അയാൾ പേരിന് മാത്രമേ ക്ഷത്രിയനാകൂ. ഒരു ബ്രാഹ്മണ പുത്രൻ നീചകർമ്മങ്ങൾ ചെയ്താൽ അയാളും പേരിന് മാത്രമേ ബ്രാഹ്മണനാകുന്നുള്ളൂ. അത്തരം ക്ഷത്രിയരും ബ്രാഹ്മണരും സ്വപിതാവിൻ്റെ വില കുറഞ്ഞ സന്തതികളാണ്. അർജുനനെ അങ്ങനെ പൈതൃക ശ്രേഷ്ഠത നഷ്ടപ്പെട്ടവനായി കാണാൻ കൃഷ്ണൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. തൻ്റെ ആത്മസുഹൃത്താണ് അർജുനൻ. തേരാളിയായിക്കൊണ്ട് കൃഷ്ണൻ അദ്ദേഹത്തെ നേരിട്ട് നയിക്കുകയും ചെയ്യുന്നു. ഈ മേന്മകളെല്ലാം ഉണ്ടായിട്ടും അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അത് ദുഷ്കീർത്തികരമായൊരു പ്രവൃത്തിയായി പോകും. അതുകൊണ്ടാണ് ഈ മനോഭാവം അർജുനൻ്റെ വ്യക്തി പ്രഭാവത്തിന് യോജിച്ചതല്ലെന്ന് കൃഷ്ണൻ പറഞ്ഞത്. ബഹുമാനായ ഭീഷ്മരോടും മറ്റു ബന്ധുക്കളോടുമുള്ള മഹത്വപൂർണമായ സമീപന രീതി മുൻനിർത്തിയാണ് ഇങ്ങനെ പിന്മാറുന്നതെന്ന് അർജുനൻ വാദിച്ചേക്കാം. പക്ഷേ കൃഷ്ണൻ ഇത്തരം മഹാമനസ്കതയെ വെറും ഹൃദയ ദൗർബല്യമായാണ് കരുതുന്നത്. ഇത്തരം കപട മഹാമനസ്കത പ്രാമാണികന്മാരാൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അഹിംസാ തത്വം, ഈ കപട മഹാമനസ്കത കൃഷ്ണന്റെ നേരിട്ടുള്ള ഉപദേശപ്രകാരം അർജുനനെ പോലുള്ള ഒരു വ്യക്തി പാടെ ഉപേക്ഷിക്കേണ്ടതാണ്. അർജുനൻ ഉവാച: കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭിഹി പ്രതി യോത്സ്യാമി പൂജാർഹാവരിസൂദന. അർജുനൻ പറഞ്ഞു: ശത്രുനാശകനായ അല്ലയോ മധുസൂദന, പൂജാർഹരായ ഭീഷ്മരെയും ദ്രോണരെയും പോലുള്ളവർക്കെതിരെ ഞാൻ എങ്ങനെ അസ്ത്രങ്ങളാൽ തിരിച്ചടിക്കും? ഭാവാർത്ഥം: ബഹുമാന്യരായ ഭീഷ്മ പിതാമഹനെയും ദ്രോണാചാര്യനെയും പോലുള്ള ഗുരുജനങ്ങൾ എന്നെന്നും പൂജനീയരാണ്. ഇങ്ങോട്ട് എതിർത്താലും അവർക്കെതിരെ തിരിച്ചടിക്കാൻ പാടില്ല. ഗുരുജനങ്ങളോട് വാക്സമരത്തിൽ പോലും ഏർപ്പെടരുതെന്നാണ് സാമാന്യ മര്യാദ. അവർ ചിലപ്പോൾ പുരുഷമായി പെരുമാറിയേക്കാം, എങ്കിലും തിരിച്ചങ്ങനെ ചെയ്തുകൂടാ. അപ്പോൾ അർജുനൻ എങ്ങനെ അവരുടെ നേർക്ക് അമ്പയ്യും? തൻ്റെ പിതാമഹനായ ഉഗ്രസേനനെയോ ഗുരുവായ സാന്ദീപനി മുനിയെയോ എതിർക്കാൻ കൃഷ്ണൻ തുനിയുമോ? ഇവയാണ് അർജുനൻ കൃഷ്ണനോട് ഉന്നയിച്ച ചില വാദമുഖങ്ങൾ. 5-ാം ശ്ലോകം. ഗുരുനഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും വൈശ്യമബീഹ ലോകേ ഹത്വാർത്ഥ കാമാംസ്തു ഗുരുനിഹൈവ ഭുഞ്ജീയ ഭോഗാൻരുതിര പ്രതിഗ്ധാൻ. എൻ്റെ ഗുരുജനങ്ങളായ മഹാത്മാക്കളുടെ ജീവിതം കൊണ്ട് പന്താടുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷയാചിച്ച് ഉപജീവിക്കുന്നതാകും. ലൗകിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരെങ്കിലും ഗുരുജനങ്ങളായ അവർ വധിക്കപ്പെടുകയാണെങ്കിൽ നാം ആസ്വദിക്കുന്ന സുഖങ്ങളെല്ലാം രക്തപങ്കിലമായിരിക്കും. ഭാവാർത്ഥം: വൈദിക നിയമങ്ങൾ അനുസരിച്ച് ദുഷ്കൃത്യം ചെയ്യുന്നവരും വിവേകം നശിച്ചവനുമായ ഗുരുവിനെ ഉപേക്ഷിക്കാം. ഭീഷ്മരും ദ്രോണരും ദുര്യോധനന്റെ സാമ്പത്തിക സഹായം സ്വീകരിച്ച് പോയതുകൊണ്ട് അയാളുടെ പക്ഷത്ത് ചേരാൻ ബാധ്യസ്ഥരായി സാമ്പത്തിക പരിഗണനകൾക്ക് വംശവതരായി അവർ ഇപ്രകാരം ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഈ സാഹചര്യത്തിൽ അവർ ഗുരുത്വത്തിൻ്റെ മഹനീയത നഷ്ടപ്പെടുത്തി. എങ്കിലും അവർ ഉന്നതർ തന്നെയാണ്. അവരെ വധിച്ചതിനു ശേഷം നേടുന്ന ഭൗതിക സുഖങ്ങൾ രക്തക്കറ പുരണ്ടവയാണ്. അതുകൊണ്ട് ഗുരുജനങ്ങൾ എന്ന നിലയ്ക്കുള്ള ബഹുമാന്യത അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എങ്കിലും അവർ ഗുരുജനങ്ങളാണെന്നും അവരെ ഹിംസിച്ചിട്ട് നേടുന്ന സുഖഭോഗങ്ങൾ രക്തപങ്കിരങ്ങളാകിയാൽ കൊള്ള മുതൽ ആസ്വദിക്കുന്നതു പോലെയാണെന്നും അർജുനന് തോന്നുന്നു. ന ചൈതദ്വത്മ കതരന്നോ ഗരീയോ യദ്വാ ജയേമ യദിവാനോ ജയേയു യാനേവ ഹത്വാന ജിജീവിഷാമ സ്തേ അവസ്ഥിതാഹ പ്രമുഖേ ധാർത്തരാഷ്ട്രാഹ. 6-ാം ശ്ലോകമാണ് കേട്ടോ. അവരെ ജയിക്കുന്നതോ അവരാൽ തോൽപ്പിക്കപ്പെടുന്നതോ ഏതാണ് നല്ലതെന്ന് നമുക്കറിഞ്ഞുകൂടാ. ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നാം ജീവിച്ചിരുന്നിട്ട് എന്തു കാര്യം? എങ്കിലും അവർ ഇപ്പോൾ ഈ യുദ്ധത്തിനായി നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു. ഭാവാർത്ഥം: യുദ്ധം ചെയ്യുക ക്ഷത്രിയുടെ കടമയാണെന്നറിയാമെങ്കിലും അങ്ങനെ യുദ്ധത്തിനിറങ്ങി അനാവശ്യമായ ഹിംസ ചെയ്യണമോ അതിൽ നിന്ന് പിന്മാറി ഭിക്ഷയാചിച്ച് ഉപജീവിക്കണമോ എന്ന് തീരുമാനിക്കാൻ അർജുനന് കഴിയുന്നില്ല. ശത്രുക്കളെ ജയിക്കാതിരുന്നാൽ തൻ്റെ ജീവനോപായം ഭിക്ഷാടനം മാത്രമാകും. എന്നാൽ യുദ്ധത്തിൽ ജയിക്കുമെന്നും ഉറപ്പുമില്ല. കാരണം വിജയസാധ്യത ഇരുവശത്തുമുണ്ടല്ലോ. ന്യായം തങ്ങളുടെ പക്ഷത്താകിയാൽ വിജയികളായാൽ തന്നെ ധൃതരാഷ്ട്രപുത്രന്മാരെല്ലാം പോരിൽ മരിച്ച ശേഷമുള്ള ജീവിതം ദുസ്സഹമായി തീരും. ഈ സാഹചര്യത്തിൽ അത് മറ്റൊരു തരത്തിലുള്ള പരാജയമാവും.
അർജുനൻ ഇപ്രകാരമുള്ള നിഗമനങ്ങളിൽ നിന്നും അദ്ദേഹം മഹാനായ ഒരു ഭഗവത് ഭക്തൻ മാത്രമല്ല, അത്യന്തം വിവേകശാലിയും സുനിയന്ത്രിതമായ മനസ്സും ഇന്ദ്രിയങ്ങളും ഉള്ളവനുമാണെന്നും വ്യക്തമാകുന്നുണ്ട്. രാജകുടുംബത്തിൽ പിറന്നവനാണെങ്കിലും താൻ ഭിക്ഷാടനത്തിൽ ജീവിച്ചു കൊള്ളാമെന്ന നിലപാട് അദ്ദേഹത്തിന്റെ നിസ്സംഗതയെ വെളിപ്പെടുത്തുന്നു. തന്റെ ആത്മീയ ഗുരുവായ കൃഷ്ണന്റെ നിർദ്ദേശങ്ങളിലുള്ള ദൃഢവിശ്വാസവും സ്വതസിദ്ധമായ ഗുണവിശേഷങ്ങളും കൂടിച്ചേർന്നപ്പോൾ അദ്ദേഹത്തിന്റെ ധർമ്മിഷ്ഠതയ്ക്ക് മാറ്റുകൂടുന്നു. അർജുനൻ മോക്ഷപ്രാപ്തിക്ക് സർവ്വതാ യോഗ്യനാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാകുന്നു. ഇന്ദ്രിയ നിയന്ത്രണമില്ലാത്തവർക്ക് വിജ്ഞാന മേഖലയിലേക്ക് ഉയരാനാവില്ല. ജ്ഞാനവും ഭക്തിയുമില്ലാതെ ആർക്കും മുക്തി നേടാനും കഴിയില്ല. ഭൗതിക ബന്ധങ്ങളിലുള്ള മഹത്തായ ഗുണവിശേഷങ്ങളുപരി ഈ ഗുണങ്ങൾ കൊണ്ടും അർജുനൻ യോഗ്യനായിത്തീരുന്നു. അങ്ങനെ ഭഗവത്ഗീതയുടെ 2-ാം അധ്യായത്തിലെ 6-ാം ശ്ലോകം വരെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വായിച്ചിട്ടുണ്ട്. ഭാവാർത്ഥവും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവരും ഇതുവരെയുള്ളത് വ്യക്തമായിട്ടും ഭക്തിയോട് കൂടിയിട്ട് കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. ഭഗവത്ഗീത എല്ലാവർക്കും ജീവിതത്തിൽ ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതോടുകൂടിയിട്ട് ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകങ്ങൾ 2-ാം അധ്യായത്തിൽ പറയുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഹരി ഓം. നാരായണ നാരായണ നാരായണ.